ഹലോ. അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾ കൂടി നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും നടക്കണമെങ്കിൽ കൂടെ ആരെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ കുറേ ദിവസം ആരും ഇല്ലാണ്ടൊക്കെ ആകുമ്പോൾ ഞാൻ നടക്കലില്ല. ഇന്നിപ്പോൾ എൻ്റെ ബ്രദറിനോടെ മോനുണ്ട്. അപ്പോൾ അവൻ്റെ ഒപ്പം ഞാൻ ഇന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ആയി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൂരിയും സ്റ്റൂ കറിയും കൂടിയിട്ടാണ്. അപ്പോൾ കിച്ചണിൽ ലൈറ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. അതിന് നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് കുക്കറിൽ വേവിക്കാനും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര മടിയാണ്, മടി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോ കണ്ടോക്ക്, നെക്സ്റ്റ് വീഡിയോ അതിനായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മടി മാറാന്ന് വെച്ചാൽ ആദ്യം നമ്മളൊന്ന് സ്നേഹിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുക. അതിപ്പോൾ പുറത്ത് പോകണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മുടെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റബിൾ ആണോ എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ രാത്രി ഇട്ട് ആ ഒരു ഡ്രസ്സ് തന്നെ രാവിലെ എണീക്കുമ്പോൾ കുളിച്ചിട്ടില്ലെങ്കിലും അതൊന്ന് മാറ്റുക ആദ്യം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റൂ കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക. ഇപ്പോൾ എനിക്ക് ലഞ്ചിന് തോരൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ആ ഒരു ചെറിയ പാത്രത്തിൽ അതിൽ ഞാൻ റബ്ബർ ബാൻഡ്, ബൈൻഡിങ് വയേഴ്സ്, ആ ബ്രെഡിൻ്റെ പാക്കറ്റിലൊക്കെ കിട്ടുന്നില്ല ആ ഒരു ബൈൻഡിങ് വയർ, അതൊക്കെ എടുത്തേക്കുന്ന ഒരു കുഞ്ഞു പാത്രമാണ്. അപ്പോൾ ചെറുതായാലും വലുതായാലും എന്ത് കാര്യമായാലും അതിൻ്റേതായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട് ഒരു ക്ലട്ടർ ഫ്രീ ആയിട്ട് നീറ്റായിട്ട് കിടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ തോരൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ദിവസം കട്ട് ചെയ്യാനുള്ളതൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല, പക്ഷേ ആ ചോപ്പിംഗ് ബോർഡ് എടുത്ത ടൈമിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മടി മാറാനാണല്ലേ. അപ്പോൾ മടി നമുക്ക് കിച്ചൺ വർക്കിലാണ് കൂടുതൽ മടി എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. കിച്ചണിൽ നമ്മളെപ്പോഴും കൂടുതലായിട്ട് കാണുന്ന സ്പേസാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ്. ആ ഒരു കൗണ്ടർ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് കോട്ടിങ്ങോ എന്തെങ്കിലും ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കിച്ചൺ കൗണ്ടർ ടോപ്പെങ്കിലും ആദ്യം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക, ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഫ്രീ ആക്കി ക്ലീൻ ചെയ്ത് ഇട്ടാലും നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ള കാര്യം വെച്ചാൽ കുറച്ച് നേരത്തെ ഒന്ന് എണീക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും എണീക്കുന്ന ടൈമിലാണ് നമ്മളും കൂടെ എണീക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബിസിയും കുറച്ചൊരു സ്ട്രെസ്സൊക്കെ ആയിരിക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ, ഇപ്പോൾ നിങ്ങൾ 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു 5:30 എണീക്കുന്നത് ഒരു 5 മണി, അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ഒന്ന് നേരത്തെ എണീറ്റ് നോക്കിക്കേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഞാൻ പകുതി ആട്ടമാവും പകുതി മൈദ പിന്നെ കുറച്ച് റവയും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൂരിയിൽ ഒട്ടും എണ്ണയൊക്കെ കുടിക്കാണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനത് മിക്സ് ചെയ്തെടുക്കൽ. അപ്പോൾ ഞാനിതൊന്ന് പരത്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി പറയാനുള്ളത്, നമ്മൾ എന്താണ് പിറ്റേ ദിവസം ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് രാത്രി തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പുട്ടും കടലൊക്കെ ആണെങ്കിൽ ആ കടലൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന്, അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് എന്താ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതാലോചിച്ച് കുറേ നേരം അങ്ങനെ പോകും. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക, എന്താ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ബീഫാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബീഫ് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പണി ഞാൻ ലാസ്റ്റായിരിക്കും ചെയ്യണത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്യണത് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഇഷ്ടമല്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് മടിയായിരിക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈലറിംഗ് ഒക്കെ ആണെങ്കിൽ ഞാനൊക്കെ ആദ്യം സ്വിങ് മെഷീനൊക്കെ വാങ്ങിച്ച ടൈമിൽ
ഞാൻ രാത്രി പാതിരാത്രിയൊക്കെ എണീറ്റിരുന്ന് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, കട്ട് ചെയ്യാനും ഇതാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെ വഴക്ക് പറയായിരുന്നു രാത്രി ഉറങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എണീറ്റിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കാര്യത്തിന് ആ ഒരു ടൈമിൽ എണീക്കില്ലല്ലോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ ആ ഒരു ടൈമിലൊക്കെ എണീറ്റിരിക്കുന്നത്. അപ്പോൾ ഏത് കാര്യമായാലും നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് എങ്ങനെയായാലും റെഡി ആയിരിക്കും. നമ്മളിപ്പോൾ വയ്യാണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ തന്നെ ഞാനൊക്കെ അങ്ങനെയാണ്. ഇനി പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ ഞാൻ കിടക്കുകയുള്ളൂ. കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ ഇരുന്നിട്ടാണ് പറ്റുന്നതെങ്കിൽ ഇരുന്ന് ചെയ്യും. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളൊന്നും ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സോൾവ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഇഗ്നോർ, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് പകുതി ഫ്രീ ആണ് നമ്മൾ. അപ്പോൾ കുറച്ച് ചെറിയ ലൈഫാണ്. അപ്പോൾ ആ ഒരു ലൈഫിൽ നമുക്ക് എന്താ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. നമുക്ക് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്ന് ചെയ്യാം. അതൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് നാളെ ഒരു ലൈഫിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒന്നും വെട്ടിപ്പിടിച്ചിട്ട് ആരും എവിടെയോ ആരും കൊണ്ടുപോകാൻ പോകണില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സൊക്കെ ഭയങ്കര ഫ്രീ ആയിരിക്കും. ഇന്ന് എന്നുള്ളതാണ് ലൈഫ്. നാളെ എന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊന്ന് സ്നേഹത്തോടെ നോക്കുക. അവരോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും അതേ ഒരു വൈബ് കിട്ടുന്നതാണ്. പിന്നെ നമ്മളെ ചുറ്റുമുള്ള നമ്മളെ വീട്, നമ്മുടെ പരിസരം, അതൊക്കെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇതും കൂടെ കഴിഞ്ഞിട്ട് എനിക്കിനി തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ചോറും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ബീഫൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുക്കിംഗ് ടൈമിൻ്റെ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞു കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിന്ന് എൻ്റെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ഒരു ലീഫ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടിപ്പിലൊന്നും വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ചെയ്യാം എന്നുള്ളത് അങ്ങനെ മാറ്റി വയ്ക്കാണ്ട് അതിനായിട്ട് വേറൊരു ടൈം കണ്ടെത്താൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു തോരനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിതും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വേറെ ഫ്രൈയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ആ ഒരു തോരനും നമ്മുടെ ഇത് നല്ല കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേവിക്കുമ്പോഴേക്കും നമുക്ക് ക്ലീനിങ്ങും പിന്നെ നമ്മുടെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും ഉള്ള ടൈമാണല്ലോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ബിസ്ക്കറ്റൊക്കെ കഴിച്ചതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടേതായിട്ടുള്ളത്. അപ്പോൾ നല്ല വൃത്തികേടായിട്ടുണ്ട് ഹോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ച് നിലമൊക്കെ ഒന്ന് അടിച്ച് തൂത്തുവാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്റൂമും കൂടെ ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അവരതിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിട്ട് എല്ലാ സ്ഥലവും ഒന്ന് ഇപ്പോൾ ഞാനിന്ന് തുടക്കാൻ നിൽക്കുന്നില്ല, നാളെ എന്തായാലും തുടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി നമുക്ക്, ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാർപ്പറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേസ്റ്റ് കളയാനുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ ബിന്നിൽ വേറൊരു കവറൊക്കെ ഇട്ട് ഒന്ന് ഫ്രഷാക്കി എല്ലാം ഒന്ന് ഫ്രഷാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് തുടക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കുക്കിംഗ് തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീഫും കാര്യങ്ങൾ അങ്ങനത്തെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നടക്കാനൊക്കെ പോയി വന്നിട്ടാണല്ലോ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുള്ളത്. പിന്നെ ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അവർ വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ ഇപ്പം ഇന്ന് തുടക്കാനും കൂടെ ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ടയേർഡാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് ക്ലീനിങ് ഒക്കെ എപ്പോൾ വേണം ചെയ്യാമല്ലോ. ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടുക എന്നുള്ളതാണ്. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ആരും ഒരു അവാർഡും തരാൻ പോകണില്ല. അപ്പോൾ ആരും കഷ്ടപ്പെട്ട് ഒരുപാടൊന്നും സ്ട്രെയിൻ ചെയ്ത് ചെയ്യണ്ട. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ടൈമിലൊന്ന് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മാക്സിമം ഒരാൾ നമ്മളെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ളൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണൊന്ന് മെയിനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, ചാനൽ വ്യൂസൊക്കെ ഒന്ന് ഫ്രീസ് ആയതുപോലെ കാണുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 9:30 ടൈം ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അലക്കിയിട്ടുള്ളത് അതൊന്ന് വിരിച്ചിടാനും കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ 9:30 ആകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.